ഹലോ കിഷൻചന്ദ് ചെമ്മൻലാൽ. എന്നാ സേട്ടാ? എടാ സെയിം ഡോർ വെക്കാൻ പറഞ്ഞിട്ട് വെച്ചായിരുന്നോ? സാമ്പാർ വെച്ച് സേട്ടാ, സാമ്പാർ വെച്ച്. സാമ്പാറാ? വയ്യടാ, വൈ. ശിവന്റെ ഒരു കാര്യം. അളിയാ, ആഹാ എന്റെ അളിയാ, ഇതെവിടെ പോണു രാവിലെ? ഒരു പണി കിട്ടിയില്ല. ഇത്രയും സൽസ്വഭാവേ അളിയനൊരു പണി കിട്ടാൻ ആരളിയാ പണി തന്നെ? ആ പണിയല്ലെന്ന്, പിന്നെ എനിക്കൊരു പുതിയ വർക്ക് കിട്ടിയില്ല, അതിന് പോകാൻ പോവാണ്. എല്ലാം ശരി തന്നെ, പക്ഷെ ഒരു അളിയൊരു കാര്യം മറന്നു. എന്തോന്ന്? ഇന്നൊരു കാര്യം മറന്നു. ഫോണെടുത്തു, ഷർട്ട് ഇട്ടു, ഉടുപ്പിട്ടു. ഇത് അളിയനൊരു കാര്യം മറന്ന്. എന്നാലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് നീ എന്റെ നഗ്നത കണ്ടുപിടിച്ച് കളഞ്ഞല്ലോടാ. ഞാൻ പോയി ഇട്ടിട്ട് വരാവേ. അളി അതൊന്നും അല്ല, പിന്നെ ഇത് വേറൊരു കാര്യം അളിയൻ മറന്ന്. എന്തോന്ന്? അളി ഇന്ന് എന്റെ പെങ്ങളെ ബർത്ത്ഡേ ആണ്. ആടാ, എന്നാ പോയി പായസം വെച്ചോടാ. അളി എന്റെ പെങ്ങളെന്ന് പറയുന്ന അളിയന്റെ ആരാണ്? എന്റെ ഭാര്യ. അപ്പൊ ആരെ ബർത്ത്ഡേ? അയ്യോ സത്യാ, ഞാനതങ്ങ് മറന്നുപോയി. സത്യം പറഞ്ഞാളിയാ, കല്യാണത്തിന് മുമ്പ് പ്രേമിച്ചടക്കുമ്പം നമ്മൾ പാതിരാത്രി മതിലാടി എവക്കൊക്കെ കേക്കും മുട്ടായിയും കിസ്സൊക്കെ കൊടുക്കും. കാമുകന്മാര്. ആ കാമുകന്മാരാണെങ്കിൽ ഓക്കെ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കല്യാണം കഴിച്ച ദിവസം പോലും മറന്നു. അതല്ലേ അങ്ങനെ? പ്രാരാബ്ദം. ആ പ്രാരാബ്ദമാണെങ്കിൽ മറക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. എന്റെ പൊന്നളിയ ഇങ്ങോട്ട് വന്നാൽ അളി ഈ മൊബൈലിലെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? ഒരു അളിയനൊക്കെ വന്ന് ഒരു അളിയന്റെ കൂടെ ചോദിക്കണം ചോദ്യം കേട്ട്. പൊളിയണം. സത്യം പറയുക, എനിക്ക് ഒരു ജീവിയെ കിട്ടുള്ളില്ല. ഞാനിട്ട് കുത്തി അത് കറങ്ങി കറങ്ങി വെളുക്കുന്നവരെ നിൽക്കും. ഞാൻ പിന്നെ എന്ത് ചെയ്യുള്ളൂ? അളിയന്റെ കൊണ്ട് രണ്ടെണ്ണം ഇങ്ങോട്ടേക്കേ. അളി എന്തിനു ഉദ്ദേശിച്ചത്? വീഡിയോ അല്ലേ? അളിയനാണെന്ന് നോക്കൂല. എന്റെ പൊന്നളിയ, ഞാൻ ഒരു ഉദാഹരണം കാര്യം പറഞ്ഞുതരാം. ഈ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ സർപ്രൈസ് ആയിരിക്കണം എല്ലാവർക്കും. അല്ലെ ഈ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ കോളേജിലും ഈ സ്കൂളിലും ഒക്കെ ടീച്ചർമാരുടെ ബർത്ത്ഡേ വരൂലേ, അപ്പൊ ഈ പിള്ളേർ തമ്മിൽ കിടന്ന് അടികൂടുന്നതിന്റെ ഇടയിൽ ഈ ടീച്ചർമാർ ഒന്നിങ്ങനെ പിടിച്ചു മാറ്റി ടീച്ചർ വിഷമിച്ച് നിൽക്കുന്നതും ബാക്കിൽ നിന്ന് പാർട്ടി പോപ്പർ പൊട്ടിക്കുന്നു, ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതാണ് ട്രെൻഡ്. ആ അതുപോലൊരു ട്രെൻഡ് നമുക്ക് രമ്യക്കും കൊടുക്കണം. ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ നീ കൂടെ വിചാരിച്ച പോലെ നടക്കും. എന്റെ ഒരു കൂട്ടുകാരുണ്ട് ദുബായിൽ വെച്ച്, ഞാനൊരു പരിചയപ്പെട്ടാണ്. പുള്ളി ഭയങ്കര സീരിയസ് ആണ്, പിന്നെ ഇച്ചിരി ഇംഗ്ലീഷ് ആണ്. കാരണം അവിടുത്തെ അറബി പിള്ളേർ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. പുള്ളിക്കാരൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. പുള്ളിക്കാർക്ക് ഒരുപാട് ഐഡിയ ഉണ്ട്. ഞാൻ വിളിക്കട്ടാ? വാടാ സുഹൃത്തെ, വാടാ കയറി വാടാ, പ്രശ്നമൊന്നുമില്ല വാ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് പേര്? പ്രസിദ്ധൻ. ഒരു ചെറുക്കനുണ്ടാക്കി വെച്ചിട്ട് ഇട്ടേക്കണ പേരുണ്ടോ പ്രസിദ്ധൻ? അതോ വാട്ട് യുവർ സോങ്? എന്തോന്നറിയോ അയാളിപ്പോ പറഞ്ഞത്? വാട്ട് യുവർ സോങ് എന്ന് പറഞ്ഞാ നിന്റെ പാട്ടിന് പോടാന്ന്. കോൺക്രീറ്റ് പണിക്ക് പറ്റി ഇനി ഞാൻ ഗാനമേളയ്ക്കും കൂടെ പോവാ. സത്യം പറഞ്ഞ നിന്റെ അളി ഒരു ബക്കറ്റാണ് എന്ന് വെച്ചാ തൊട്ടി. ഇപ്പൊ എന്താണ് പറഞ്ഞ? അളിയൻ ഭയങ്കര കോൺട്രാക്ടർ ആണെന്ന് പറഞ്ഞു. അതാണോ ഇവിടുത്തെ വിഷയം? നമുക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് ഉണ്ടാക്കണ്ടേ? അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, അത് എന്റെ ഐഡിയ പറ. ഞാൻ പ്ലാൻ പറഞ്ഞുതരാം. അമ്മ നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്ക് കൂടണം. വഴക്ക് കൂടുമ്പോൾ നിങ്ങളെ പെങ്ങള്, അതായത് നിന്റെ ഭാര്യ, നിന്റെ പെങ്ങൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നിങ്ങൾ രണ്ടുപേരെ പിടിച്ചു മാറ്റി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്ലയുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. കാര്യം അപ്പുറത്തേക്ക് ഭർത്താവാണ്, ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, ഇപ്പുറത്തേക്ക് ആംഗ്ലയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് നടുക്കിരുന്ന് പൊട്ടിക്കരയും. ആ സമയത്ത് ഞാൻ പിറകെ കൂടെ വന്ന് പിടിച്ചൊരു പിരിപ്പങ്ങ് പിരിക്കും. നിന്റെ കരണക്കുറ്റി അടിച്ചാൻ പൊട്ടിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞതെന്നറിയോ, ഈ പാർട്ടി പോപ്പർ ഉണ്ടല്ലേ, അതെടുത്ത കൂട്ട് പൊട്ടിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഓടി വന്ന് പെങ്ങൾ എടുത്തിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ. സർപ്രൈസ് ആണ് സംഭവം. സ്വിച്ച് ഇട്ടോലെ വഴക്കൂടാൻ പറ്റുമോ? വഴക്കൂടണമെങ്കിലല്ലേ സംഭവം പൊളിക്കാൻ പറ്റും. എടാ വഴക്കൂടണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? കഴിഞ്ഞ നമ്മൾ കുടുംബത്ത് പോയില്ലേ, അപ്പൊ നമ്മൾ ക്രിക്കറ്റ് കളിച്ചപ്പോ അളി ഔട്ടായിട്ട് സമ്മതിക്കാതെ നിന്നില്ലേ, അപ്പൊ നമ്മൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അതൊരു കാരണം. അതൊക്കെ കൊച്ചു പിള്ളേർ, ഇതൊക്കെ ഒന്നാം വിശ്വസിക്കൂല. അവള് കുടുംബം ആകുമ്പോ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ കാണത്തില്ലേ? ആലോചിക്കടേ. അതെ, ഒരു സംഭവം ഉണ്ടല്ലേ, പക്ഷെ അതൊരു ഇതിനുള്ള കാരണവും വിഷയമൊന്നും അല്ല. വെറുതെ പറയണേണ്. ഒരു കാരണത്തിന് വേണ്ടി മാത്രം പറയുന്ന. അതായത് ഈ കല്യാണം കഴിച്ച സമയത്ത് ഒരു 20 പവൻ നിങ്ങൾ എനിക്ക് തന്നായിരുന്നു. 20 പവൻ തന്നല്ല കെട്ടിച്ചു. ഞാൻ പറയണ ശ്രദ്ധിക്കണം, ഇതൊരു വിഷയമല്ല, ഒരു കാരണത്തിന് വേണ്ടി മാത്രം. 20 പവൻ ഇടയ്ക്കാൻ പണയം വെക്കാൻ നോക്കിയപ്പോഴേ അതില് ഒരു അരപ്പവന്റെ കുറവുണ്ടായിരുന്നു. ഇത് ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല. അത് പണിക്കുറവ് വരും ചിലപ്പോ 20 പവൻ. അല്ല, ഒരു വിഷയമാണ്. ഇതൊരു വിഷയമാണ്. അരപ്പവനൊരു വിഷയമല്ല, അരപ്പവൻ വിഷയമാണ്. അരപ്പവന്റെ വില എന്തോന്നറിയാവോ? 12,000 രൂപ വരും. അത് 20 വർഷത്തിന് മുമ്പ്. ഇപ്പൊ ഒരു പവൻ 60 രൂപ വിലയാണ്. അപ്പൊ അതിന്റെ പകുതി അരപ്പവന് 30 രൂപയായോ? 30,000 രൂപ എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമാണോ? കളിച്ച കാര്യമല്ല. അല്ലല്ലേ? അല്ല. അപ്പൊ അതിന്റെ കാര്യം അവരുടെ അടുത്ത് സംസാരിക്കാം. ആലോചിക്ക്. അല്ല, അത് ചുമ്മാതിരി. ഞാനിപ്പോ സംസാരിക്കാം, അതിന്റെ കാര്യം ഞാൻ സംസാരിക്കാം. നിന്റെ അളിയന്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോഴേ അരപ്പവനല്ലേ വിട്ടേക്കാൻ പറഞ്ഞപ്പോ അവൻ പറയാണ് അരപ്പവൻ തരാതെ പറ്റിച്ച പന്ന ഫാമിലിയാണെന്ന് നിന്റത്. അങ്ങനെ അരപ്പവനല്ല. ഇനിയിപ്പോ നമ്മള് ഒന്നും കൊടുത്തില്ലെങ്കിലും പെങ്ങളെ കിട്ടുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു.
പവൻ എന്റെ അടുത്ത് പറഞ്ഞ എന്തോന്നറിയോ, ഈ അരപ്പവന് ചോദിക്കാനുള്ള യോഗ്യത എന്താണെന്ന് നിങ്ങൾക്ക് എനിക്കാ പിന്നെ യോഗ്യത എടാ, നിന്റെ അളിയൻ പറഞ്ഞ സംഭവം കേട്ടാ. എന്തായിരുന്നു? എടാ നീയൊക്കെ കൂടിയിട്ട് നിന്റെ പെങ്ങള് കെട്ടാതെ മുടക്കം വന്ന് വീട്ടിൽ ഇരുന്ന പെങ്ങളെ 20 പവൻ കൊടുത്ത് അവന്റെ തലയിൽ കെട്ടിവെച്ചെന്ന്. അങ്ങനെ സംസാരിക്കൊന്നും ചെയ്യില്ല. ആരപ്പ അവനെന്നൊക്കെ പറയുമ്പോ അത് വലിയ കാര്യമൊന്നുമല്ല. അളിയൻ സംസാരിച്ചോ ശരിയല്ലല്ലോ. അല്ലല്ല അല്ല അളിയനും അങ്ങനെ അല്ല സംസാരിക്കും. അതിനൊന്നും എന്റെ യോഗ്യതയൊക്കെ ചോദിക്കാൻ അളിയ അത് അത്ര അല്ല. ശരിയായ ഒരു കാര്യമല്ല. ആരപ്പ അവൻ 20 വർഷം മുമ്പ് നടന്ന കല്യാണത്തിന് ആരപ്പ അവന്റെ 10 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ അരപ്പവൻ ഒന്നും അരപ്പവൻ തന്നെ അരപ്പവനല്ലേ? അല്ലേന്ന് ആരപ്പ അവന് 2000 രൂപയേ ഉള്ളൂ. അത് പണ്ടളിയാ 20 കൊല്ലം മുമ്പ്. ഇപ്പൊ അതിന് 30,000 രൂപ 30 വില കൂടി. അളിയ അങ്ങനത്തെ വർത്താനം പറയല്ലേ. അല്ലെ ഒരു കാര്യം അറിയാമോ, 20 പാവം പോയിട്ട് അരപ്പാവൻ തന്ന് കിട്ടാനുള്ള സാധനം പോലും ഇല്ല. ഇത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ല അതാണ്. അളിയ ഇത് തന്നെയാണ് പറഞ്ഞത്. അല്ല അളിയ ഈ ഒരു 20 പവനും മാറ്റോണ്ട് നിന്റെ പെങ്ങളെ വേറെ ആരും കെട്ടൂലായിരുന്നു അളിയ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചെടി ചേണ്ടി കളിച്ചിട്ട് തരുമല്ല, ചെവുക്കെല്ലാം മുളക്കെ അടിക്കണോ ഇതുപോലെ ഇതുപോലെ അടിക്കണം. നോക്കിക്കാൻ ഉടുപ്പിൽ പിടിച്ച് കുത്തിപ്പിടിച്ച് അടിയാ. അമ്മ നീ എന്താണ് അല്ലേ അടിച്ചത്? ഇവിടെ നിന്റെ പെങ്ങൾ വരുന്നുണ്ട് കേട്ടാ. നിന്റെ പെങ്ങൾ വരുന്നുണ്ട്. എന്റെ ഭാര്യ പിടിച്ചോളൂ. നിന്റെ ഭാര്യ ആവണതിന് മുമ്പ് എന്റെ പെങ്ങളായിരുന്നു. അങ്ങോട്ട് മാറണേ. നാശം കാണിച്ചു തരാം ഞാന്. അല്ലയാ സംഭവം ചത്ത്. ഈ ഒരു കാര്യം ചെയ്യ്, ഒരു 50 കസേരയും ഒരു നീണ്ട അറപ്പോയപ്പോഴും അപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കാം. എന്തിന് നിന്നെ അറസ്റ്റ് ചെയ്യണം. അളിയാ? അളിയാ കിഷൻ ഖാൻ ചമ്മല്ലാൽ നമ്മള് ഇന്ന് വെച്ചിരുന്ന കോൺക്രീറ്റ് മാറ്റുന്നു. കാരണം ഭയങ്കര ഇടിയും മഴ. ആയിക്കോട്ടെ, അത് നമുക്ക് ഇന്നലെ ചെയ്യാം. എങ്ങനെ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മെനിഞ്ഞാന്ന് ചെയ്യാം. നിന്റെ 2 കൂട്ടുകാരെ കൂടെ എന്തിന് കോൺക്രീറ്റ് എടുത്തണ്ട. അളിയാ എന്തിനളിയാ സംഭവിച്ചു? ചെറുതായിട്ടൊന്ന് പാളി അന്നല്ലേ ഏച്ചുവാ. എന്തോന്ന് പറ്റി? സംഭവം എല്ലാം ഓക്കെ ആയിരുന്നു. പെങ്ങൾ കരയണതിന് പകരം തടിയെടുത്ത് അളിയന്റെ തലയിലടിച്ച്. ഞാൻ വിചാരിച്ച ഇടിമിന്നലും ആയിരിക്കും. പ്ലാൻ എ പൊളിഞ്ഞു. പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ ബി ഉണ്ട്. ഞാനല്ലേ പറയുന്നത്. വരുന്നത് ഇത്രയും കാലം താനി അരപ്പവന്റെ കേസ് മനസ്സിൽ വെച്ചിട്ടാണ് എന്നെ വിളിച്ചത്. നിനക്ക് നാണം ഉണ്ടാണ്? നീ അളിയാന്ന് പറഞ്ഞ് നടന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ച് കൂട്ടാനായിട്ട് കഴിയിട്ടാണെങ്കിലും വേണ്ടില്ല. തന്റെ മുഖത്തുള്ളത് മച്ചറിഞ്ഞാണോ ഞാൻ ഞാനൊന്ന് പറയട്ടെ. നീ ഇനി ഒന്നും പറഞ്ഞത് എന്റെ ഇവിടെ വന്നിട്ട് വിളിച്ചോണ്ട് വരാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്തോന്ന്? ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി പാൽപ്പായസം ഒക്കെ ഉണ്ടാക്കിട്ട് അവിടെ ഉരുളിയിലിരിപ്പുണ്ട്. ഇനിയിപ്പോ താൻ കുടിക്കേ അല്ലെങ്കിൽ ഈ കാലിനെടുത്ത് കൊടുക്കേ അല്ലെങ്കിൽ അതിലെന്തെടുത്ത് വിളമ്പേ കളെ കൊണ്ടേ കളയേ എന്താണ് ചെയ്യുന്നത്? അല്ലയാ നീ നമുക്ക് ആ പാൽപ്പായസം കുടിച്ചിട്ട് പൊട്ടിച്ചാലാ? ആ പുല്ലേ നീ എല്ലാ നേരം കൊണ്ട് കുറ്റം വെക്കരുത്. എടാ ഒരു സാധനം മേടിക്കുമ്പോ അത് പൊട്ടിച്ചു നോക്കിയിട്ട് വേണം മേടിക്കാൻ. ഇത്രയും നേരം പിടിച്ചിട്ട് പൊട്ടുന്നില്ലടാ സംഭവം. നോക്കി എന്താ ഈ സാധനം ഞാൻ കടയിൽ നിന്ന് പൊട്ടിച്ച് നോക്കിട്ട് മേടിക്കണോ? സമയത്ത് സാധനം പൊട്ടത്തില്ല, പൊട്ടുന്നില്ലടാ. എടാ അറബിക് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പ്രസിദ്ധ ആ സാധനത്തിന്റെ അവിടെ പിടിച്ചാണോ കറക്കേണ്ടത്? ഇവിടെ പിടിച്ചല്ലേ കറക്കേണ്ടത്? നമ്മൾ ഇത്രയും കാലം ഗൾഫിലല്ലായിരുന്നടാ. അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഇടത്തുനിന്ന് വലത്തോട്ടാണല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഇടത്തെ സൈഡിൽ പിടിച്ച് തിരിച്ചത്. പിടി അളിയാ. അവള് പോയി. ഒരു മിനിറ്റ്. കിഷൻ ഖാൻ ചമ്മല്ലാൽ, എന്താ സേട്ടാ? നീ ഉണ്ടാക്കിയ സാമ്പാർ കളഞ്ഞോടാ? ഇല്ല സേട്ടാ. വെരി ഗുഡ്. കട്ടള വെച്ചായിരുന്നോ? പിന്നെ സാമ്പാർ വെച്ച് കഴിഞ്ഞ ഇഡ്ഡലി ഉണ്ടാക്കാതിരിക്കുവോ സേട്ടാ? അത് നന്നായി. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, ആ സാമ്പാർ ഇഡലി എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. ഇവിടെ പായസം ഇരിപ്പുണ്ട്. എന്തിനാണ് സേട്ടാ? 16 അടി എന്തിനാ നടത്താൻ?
ഹായ് അളിയാ നോക്കടാ, ഇഷ്ടം പോലെ വർണ്ണക്കടലാസ് പറഞ്ഞു വരുന്നത് കണ്ട. അത് മാത്രമല്ല നല്ല ശബ്ദം ഉണ്ടായിരുന്നില്ലേ? ഇതിനേക്കാൾ ശബ്ദമുള്ള ഒരു സാധനം എന്റെ കയ്യിലുണ്ട്, കാണണോ? എന്തിനാ അത്? കാണിച്ചു തരാം. എന്റെ അമ്മോ!